കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് പോയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ചർച്ചകളെ തെരുവിലെ കയ്യാങ്കളിയായി മാറിയിട്ടുണ്ട്. പലയിടത്തും ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഉയർന്നു വരുന്നത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. KPCC ഓഫീസിന് മുൻപിലൊക്കെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഇത്തരത്തിൽ തങ്ങൾക്ക് മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹമുള്ള നേതാക്കളുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നേതാക്കൾ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അണികളോട്. പക്ഷേ ഈ ചർച്ചകളെ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഫ്ലെക്സ് യുദ്ധം തെരുവിലെ കയ്യാങ്കളിയായി ചിത്രീകരിക്കാൻ CPM ഇവിടെ CPMന് എന്ത് റോൾ എന്ന് ചോദിച്ചത് ഇപ്പോൾ തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് തൂക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആസൂത്രിത ഗൂഢാലോചന നടത്തുന്നതായി സൂചന. കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ വ്യാജ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിച്ചും പാർട്ടിയിൽ കലാപമുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇത് ചുമ്മാ പറയുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. തൃശൂർ വാടാനപ്പള്ളിയിൽ നിന്നാണ് തെളിവ് സഹിതം ഇപ്പോൾ ഒരു സഖാവിനെ തൂക്കിയിരിക്കുന്നത്. തൃശൂർ വാടാനപ്പള്ളിയിൽ കേസ് നയിക്കട്ടെ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച CPM പ്രാദേശിക നേതാവ് പിടിയിലായതോടെയാണ് ഈ നീക്കങ്ങൾ ഇപ്പോൾ CCTV തെളിവുകളോടെ പുറത്തായിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഗ്രൂപ്പ് പോര് രൂക്ഷമാണെന്ന് വരുത്തി തീർക്കാൻ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ് രംഗത്തിറങ്ങിയത്. ശനിയാഴ്ച രാത്രി 11ഓടെ വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സേവ് കോൺഗ്രസ് എന്ന പേരിൽ KC വേണുഗോപാലിന്റെ ഫോട്ടോ പതിച്ച ബോർഡ് ഇയാൾ സ്ഥാപിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് തോന്നും, ഇത്രയ്ക്കും സ്നേഹമോ കോൺഗ്രസിനോട്, അല്ലെങ്കിൽ ഇത്രയ്ക്കും സ്നേഹമോ KC വേണുഗോപാലിനോട്? എന്നാൽ അതല്ലായിരുന്നു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസിനുള്ളിലെ തർക്കം രൂക്ഷമായതിനാൽ ഇത് അണികൾ ചെയ്തതാണെന്ന് വരുത്താനായിരുന്നു നീക്കം. എന്നാൽ പരിസരത്ത് CCTV ക്യാമറകൾ ഉള്ളത് സഖാവ് അങ്ങ് മറന്നുപോയി. പിന്നീട് ഈ ഒരു ബോർഡ് അവിടെ വെച്ചതിന് ശേഷം അവിടുത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ CPM നേതാവിന്റെ മുഖം തെളിയുകയായിരുന്നു. കേസുമായി ഒരു ബന്ധവും CPM നേതാവിനില്ല. ഇതോടെയാണ് ഗൂഢാലോചന പോലീസിന് വ്യക്തമായത്. ബോർഡ് സ്ഥാപിച്ചതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ ഇയാൾ തന്നെ ഇതിന്റെ ചിത്രം പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്ന മട്ടിൽ സൈബർ ഇടങ്ങളിൽ പ്രചാരണം കൊഴിപ്പിക്കാനായിരുന്നു മുഹമ്മദിന്റെ ശ്രമം. കേസ് നയിക്കട്ടെ എന്നും താഴെ സേവ് കോൺഗ്രസ് എന്നും രേഖപ്പെടുത്തിയ ബോർഡ് കണ്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആദ്യം ഒന്ന് അമ്പരന്നു. പാർട്ടിയിൽ ഭിന്നതയുണ്ടാക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്ത പണിയാണെന്ന സംശയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ തലയിൽ വലിയൊരു ഫ്ലെക്സ് ബോർഡുമായി റോഡ് കുറുകെ കടന്നു വരുന്ന ഒരാളെ കണ്ടെത്തി. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് അത് വാടാനപ്പള്ളിയിലെ സജീവ CPM പ്രവർത്തകനായ അരവശ്ശേരി മുഹമ്മദ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെ CPMന്റെ സേവ് കോൺഗ്രസ് തന്ത്രം പാളുകയായിരുന്നു. പിടിക്കപ്പെട്ട മുഹമ്മദ് വെറുമൊരു പ്രവർത്തകനല്ല എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിലെ ഇടത് സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനായി സ്വന്തം കാറിൽ ചിത്രം പതിപ്പിച്ച് പ്രചാരണം നടത്തിയ വ്യക്തിയാണിത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടലങ്ങാടി ബ്ലോക്ക് മെമ്പറുമാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തായതോടെ CPM നേതാവ് വെട്ടിലായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ നൽകിയ പരാതിയിൽ വാടാനപ്പള്ളി പോലീസ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. ഏതായാലും ഈ വാർത്ത വന്നപ്പോൾ കമന്റുകളും വളരെ രസകരമായിരുന്നു. കാരണം ഇനി ക്യാപ്സ്യൂളുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇത് ക്യാമറ വീഡിയോ ആണ്. അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കാൻ പോയതാണ്. അവിടെ എത്തിയപ്പോഴാണ് രാത്രി ആയതുകൊണ്ട് പഞ്ചായത്ത് അടച്ചിരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വന്ന പരാതി അവിടെ പുറത്ത് വെച്ചിട്ട് പോയത് എന്നൊക്കെയാണ് കമന്റുകൾ ഇടുന്നത്. ഏതായാലും തെളിവിന് വേണ്ടി പരാതി പുറത്തു വെച്ചതിന്റെ ഒരു ഫോട്ടോയും എടുത്തിട്ടാണ് പോയത്. ഇതിനെയാണ് ഇവന്മാർ കള്ളം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും മേഖലയിൽ രാഷ്ട്രീയ കലാപം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വാടാനപ്പള്ളിയിലെ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേതാക്കളുടെ പേരിൽ വ്യാജ ഗ്രൂപ്പ് പോസ്റ്റുകൾ പ്രചരിക്കുന്നതിന് പിന്നിൽ CPM സൈബർ വിങ് ആണെന്ന് സംശയം ബലപ്പെട്ടിട്ടുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസ് അണികൾ എന്ന വ്യാജേന പോസ്റ്റ് ഇടുന്നത് CPM കേന്ദ്രങ്ങളാണെന്നും
നേതാക്കൾ ആരോപിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള CPMന്റെ ആസൂത്രിത നീക്കമാണിതെന്നും കോൺഗ്രസ് ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വാടാനപ്പള്ളിയിൽ പ്രകടനം നടത്തി. സോഷ്യൽ മീഡിയയിലും CCTV ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന വ്യക്തമായ അജണ്ട ഇതിന് പിന്നിലുണ്ട്. നേതാക്കളുടെ പേരിൽ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വ്യാജ പോസ്റ്റുകൾ പ്രചരിക്കുന്നതിനെതിരെ മുതിർന്ന നേതാവ് KC ജോസഫും AICCക്ക് പരാതി നൽകി. KC വേണുഗോപാലിനെതിരെയുള്ള പ്രചാരണങ്ങൾ ഇത്തരത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആരും പാർട്ടിയെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് മുതിരില്ലെന്നും ഇതിന് പിന്നിൽ അല്പത്തം കാണിക്കുന്ന മറ്റാരോ ആണെന്നും അദ്ദേഹം തുറന്നടിച്ചു. തനിക്ക് പറയാനുള്ളത് നേരിട്ട് പറയാൻ തനിക്ക് അറിയാമെന്നും അതിനായി ആര് ബുദ്ധിമുട്ടേണ്ടെന്നും KC ജോസഫ് വ്യക്തമാക്കി. ഡൽഹിയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ നടക്കുന്ന ചർച്ചകളെ പോലും ഈ വ്യാജ പ്രചാരണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സതീശൻ പക്ഷം തനിക്കെതിരെ നുണപ്രചാരണം നടത്തുന്നുവെന്ന് വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് പരാതിപ്പെട്ടത് ഇത്തരം ബാഹ്യ ഇടപെടലുകൾ കൂടി മുന്നിൽ കണ്ടാണ്. ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകൾക്ക് പിന്നിൽ സമാനമായ ഗൂഢാലോചനയുണ്ടോ എന്ന് പാർട്ടി രഹസ്യമായി അന്വേഷിക്കുന്നുണ്ട്. അധികാരം കിട്ടുന്നതിന് മുൻപേ കോൺഗ്രസ് തകരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് CPM ശ്രമിക്കുന്നത്. വാടാനപ്പള്ളിയിലെ അറസ്റ്റോടെ CPM പ്രതിരോധത്തിലായിട്ടുണ്ട്. രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ച് എതിർ പാർട്ടികൾക്കുള്ളിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും UDF നേതൃത്വം പ്രതികരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF വാടാനപ്പള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPMന്റെ സൈബർ പോരാളികൾ വിവിധ ഗ്രൂപ്പുകളിൽ കടന്നുകൂടി വിദ്വേഷം പടർത്തുകയാണെന്നും ഇതിനെതിരെ ജാഗ്രത വേണമെന്നും KPCC അണികൾക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി ചർച്ചകൾ നീളുന്നതിനിടയിൽ കിട്ടുന്ന ഓരോ പഴുതും കോൺഗ്രസിനെതിരെ തിരിക്കാനാണ് ഇടത് ക്യാമ്പുകളുടെ ശ്രമം. കോൺഗ്രസ് അണികൾ എന്ന പേരിൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും വ്യാപകമാണ്. ഇത് നേതാക്കൾ തമ്മിലുള്ള വിശ്വാസ്യത തകർക്കാനും ചർച്ചകൾ കൂടുതൽ വഷളാക്കാനും കാരണമാകുന്നു. ഇതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ അതിൽ CPM എണ്ണയൊഴിക്കേണ്ടെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ചീപ്പ് രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിനെ തകർക്കാമെന്ന് CPM കരുതണ്ട. വ്യാജ ഫ്ലെക്സ് വെച്ചും പോസ്റ്റിട്ട് നടത്തുന്ന ഗൂഢാലോചനകൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അണികൾ വൈകാരികമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ ഭരണ സാരഥിയെ കണ്ടെത്താനുള്ള കോൺഗ്രസിന്റെ ഡൽഹിയിലെ പടയോട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സങ്കീർണമായ ചതുരംഗ കളത്തിലെ കരുനീക്കങ്ങളിലാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പോരടിച്ച് ഡൽഹിയിലെത്തിയ കേരളത്തിലെ മുതിർന്ന നേതാക്കളോട് ആദ്യം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ, വലിയ യുദ്ധം കഴിഞ്ഞു വന്നതല്ലേ എന്ന് രാഹുൽ ഗാന്ധിയുടെ നർമ്മം കലർന്ന വാക്കുകൾ പിരിമുറുക്കത്തിന് ഒരല്പം അയവ് വരുത്തിയെങ്കിലും അണിയറയിൽ ചർച്ചകൾ ഇപ്പോഴും പുകയുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വഷളാക്കിയതിലും തെരുവിൽ അണികളെ ഇറക്കി സമ്മർദ്ദ തന്ത്രം പയറ്റിയതിലുമുള്ള നീരസം രാഹുൽ ഒട്ടും മറച്ചുവെച്ചില്ല.